ഹായ് ഫ്രണ്ട്സ്, മന്ത്ര MFS 100 ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ അപ്ഡേഷൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുത്തേണ്ട സെറ്റിങ്സിൽ വരുത്തേണ്ട മാറ്റങ്ങളും നമ്മുടെ ക്രോം ബ്രൗസറിൽ വരുത്തേണ്ട ഫ്ലാഗ് സെറ്റിങ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മന്ത്ര നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൈ കമ്പ്യൂട്ടറിൽ പോയി സി ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യുക. പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് മന്ത്രയുടെ ഫോൾഡർ ഉണ്ടാവും. മന്ത്രയുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. MFS 100 എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഡ്രൈവർ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് മന്ത്രയുടെ ഫോൾഡർ ഉണ്ടാവും. അപ്പോൾ മന്ത്ര ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും. മന്ത്ര MFS 100 ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ. അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ മന്ത്രയുടെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനകത്ത് സ്റ്റാറ്റിക് ക്യാപ്ചർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മന്ത്ര ഡിവൈസ് ഇതായിട്ട് സിസ്റ്റമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെന്ന് മന്ത്രയുടെ സീരിയൽ നമ്പറെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണിക്കും. സ്റ്റാർട്ട് ക്യാപ്ചർ പറഞ്ഞ് ക്യാപ്ചർ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ മന്ത്ര കമ്പ്യൂട്ടറിൽ കറക്റ്റായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗൂഗിൾ ക്രോമിൽ കുറച്ച് സെറ്റിങ്സ് ബാക്കിയുണ്ട്. അതിൻ്റെ ഫ്ലാഗ് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ബാക്കിയുണ്ട്. നമുക്കിനി അതിലേക്ക് പോകാം, ചെയ്തു കൊടുക്കാം. സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ ക്രോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കോളൻ ചിഹ്നം ഇട്ടതിന് ശേഷം / 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു / കൂടി കൊടുക്കുക. അതിനുശേഷം ഹാഷ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം allow -insecure -localhost എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന കോളത്തിൽ ആദ്യം കാണുന്ന അലോ ഇൻവാലിഡ് സർട്ടിഫിക്കറ്റ്സ് ഫോർ റിസോഴ്സ് ലോഡഡ് ഫ്രം ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളത് എനേബിൾഡ് ചെയ്തു കൊടുക്കുക. അതിനുശേഷം ഗൂഗിൾ ക്രോമിൻ്റെ താഴെ കാണുന്ന റീലോഞ്ച് ബട്ടൺ അമർത്തുക. അതിനുശേഷം പുതിയതായിട്ട് വന്ന ബ്രൗസറിനകത്ത് അതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ബ്ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനാദ്യം വരുന്ന ബ്ലോക്ക് ഇൻസെക്യൂർ പ്രൈവറ്റ് നെറ്റ്വർക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീലോഞ്ച് ചെയ്യുക. നമുക്ക് ഗൂഗിൾ ക്രോം ക്ലോസ് ചെയ്യാം. ഇനി നമ്മുടെ സെറ്റിങ്സ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ഒന്നും കൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം RD ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മന്ത്രയുടെ RD ടെസ്റ്റ് ചെക്ക് ചെയ്യുന്ന പേജിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ നിന്ന് നമ്മൾ ഡിസ്കവർ AVDM എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മന്ത്ര കണക്റ്റ് ആണെന്നുള്ള നിലയിൽ ഡിസ്കവർ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ENV എന്ന് പറഞ്ഞിടത്തുള്ളിടത്ത് 2 P ആയിരിക്കും സെലക്റ്റഡായി കാണുന്നത്. അത് ഒരു സിംഗിൾ P ആക്കി കൊടുക്കുക. അതിനുശേഷം ക്യാപ്ചറിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫിംഗർ മന്ത്ര ഡിവൈസിൽ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ക്യാപ്ചർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമ്മുടെ മന്ത്ര ഡിവൈസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പ്രോപ്പറായിട്ടാണ്.
സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഈ മന്ത്ര ഡിവൈസിന് ഇപ്പോൾ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോപ്പയുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നോപ്പയുടെ പേജ് ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 4 ഡിജിറ്റ് MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലോട്ട് വന്നിട്ടുള്ള OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന ഡാഷ്ബോർഡിൽ നിന്ന് നമ്മൾ ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിനുശേഷം നമുക്കിപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്ന ബാലൻസ് എൻക്വയറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ആധാർ നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറും ആധാർ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തുള്ള ചെക്ക് ചെയ്യേണ്ട ഒരു കോളം ഉണ്ടാകും. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫിംഗർ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാപ്ചർ സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ വെള്ളം വെച്ച് കഴിയുമ്പോൾ ക്യാപ്ചർ സക്സസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത സെറ്റിങ്സ് എല്ലാം കറക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ അപ്ഡേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാനതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.